വിശ്വാസവും ഒരു മനുഷ്യനുണ്ടാകേണ്ടതുണ്ട്. ഇടചേർന്നുള്ള ജീവിതത്തിന്റെ തുടക്കം അത്തരമൊരു അടിസ്ഥാന ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയാകണമെന്നതാണ് പരിശുദ്ധമായ ഖുർആൻ നൽകുന്ന സന്ദേശം. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പശ്ചാത്തലത്തിൽ ആരുടെയെങ്കിലും പ്രാപ്തി കൊണ്ട് തനിക്ക് അനുയോജ്യമായ ഇണയെ ലഭ്യമായി എന്നതിനപ്പുറത്ത് ഈ ഇണയെ ക്രമപ്പെടുത്തി തന്നത് ഉടമസ്ഥനായ അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അവന്റെ മാത്രം പ്രാപ്തിയിൽപ്പെട്ടതാണ്, അവന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ് എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ കുടുംബജീവിതത്തെ സമീപിക്കേണ്ടതുണ്ട്. പലപ്പോഴും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ തുടർ ജീവിതത്തിലും ആ ഒരു വിശ്വാസവും അതിന്റെ അനുബന്ധങ്ങളിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിന്റെ അർത്ഥം. നമുക്കറിയാം, പലപ്പോഴും മനുഷ്യൻ ലഭ്യമാകുന്ന ഏത് അനുഗ്രഹത്തിലും ഉടമസ്ഥനെ മറക്കുന്നത് പോലെ വളരെ ഗൗരവമുള്ള, വളരെ പ്രാധാന്യമുള്ള മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിന്റെ ഭാഗമായ വിവാഹം എന്ന അല്ലാഹുവിന്റെ ഔദാര്യത്തെ, അവന്റെ അനുഗ്രഹത്തെ വിസ്മരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പലപ്പോഴും വർത്തമാനങ്ങൾ പോലും പ്രകടമാകാറുണ്ട്. അതിനെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന, അതിനെ ഗൗരവത്തിൽ കാണാത്ത ഒരു ശൈലി പലപ്പോഴും മനുഷ്യർ പ്രകടമാകാറുണ്ട്. അതുകൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, നമുക്ക് ലഭ്യമായ ഇണകൾ അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹുവിന്റെ ക്രമീകരണമാണ്, അവന്റെ വലിയ അനുഗ്രഹമാണ്. ആ ഒരു നന്ദിയുള്ള മനസ്സെപ്പോഴും നാം പ്രകടമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അത്തരമൊരു വിശ്വാസം, ഉടമസ്ഥനെ കുറിച്ചുള്ള ധാരണ ലഭ്യമായി കഴിഞ്ഞാൽ തുടർ ജീവിതത്തിൽ അവന്റെ നിയമങ്ങൾ പാലിക്കാൻ തനിക്ക് ബാധ്യതയുണ്ട് എന്ന ഒരു തിരിച്ചറിവ് കൂടി നാം നേടേണ്ടതുണ്ട്. അവിടെയാണ് ഇത് നൽകിയത്. നമുക്കറിയാം, നാം സ്ഥിരമായി ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിയെ സംബന്ധിച്ച് അവന്റെ ജീവിതം എങ്ങനെയാകണമെന്ന കാര്യത്തിൽ അവന്റെ ബോധത്തെ, അവന്റെ ചിന്താശേഷിയെ മാത്രം വിനിയോഗിച്ചാൽ അവന് തിരിച്ചറിയാവുന്ന കാര്യമാണ്. കാരണം ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉപയോഗം, അതിന്റെ ഉപയോഗക്രമം, ഉപയോഗ രീതി, അതിന്റെ ആയുസ് അഥവാ അത് എത്ര കാലം എന്നതിനെ കുറിച്ചെല്ലാം അതിന്റെ നിർമ്മാതാക്കളാണ് പഠിപ്പിക്കുന്നത് എന്നത് സർവ്വസാധാരണയാണ്. നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും അതിന്റെ ഉപയോഗക്രമം വളരെ കൃത്യമാണ്. ആരെങ്കിലും പറയുന്നത് കേട്ടല്ല ഉപയോഗിക്കുക, മറിച്ച് കമ്പനി എന്താണ് പറയുന്നത് നാം പരിശോധിക്കാം. എന്താണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്, കമ്പനി ഡയറക്ഷൻസ് എന്തൊക്കെയാണ്, ഏതാണ് നോക്കുക. എന്നതുപോലെ മനുഷ്യരെ സംബന്ധിച്ച് മാതാവിന്റെ ഉദരത്തിൽ അല്ലെങ്കിൽ തത്തുല്യമായ ഒരു സൗകര്യത്തിലൂടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ്, ചില വിചാരിക്കും ഭാര്യമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയല്ല, ഏറ്റവും നല്ലത് ഇണകളാണ്. എന്തെങ്കിലും ഒരു പ്രയാസം പറയാനുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇണയോട് പറയണമെന്ന ചിന്തയും, പറയാൻ പറ്റും, അത് കേൾക്കും, അത് ശ്രദ്ധിക്കും, അതിന് സമയം കണ്ടെത്തുമെന്ന ഒരു സന്ദേശവും പരസ്പരം കൊടുക്കാൻ ഇവർക്കും സാധ്യമാകണം, നമുക്കും സാധ്യമാകണം. അതിലൂടെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാകും. അല്ലാഹു ഇവർക്ക് നമുക്കും എല്ലാതും നൽകുമാറാകട്ടെ. ഉപകാരപ്രദമായ തലമുറ അല്ലാഹു നൽകുമാറാകട്ടെ. ജീവിതത്തിൽ കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇസ്സത്ത് നൽകുമാറാകട്ടെ, ഖൈർ നൽകുമാറാകട്ടെ. വാഹിദു ദുആഇ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നിക്കാഹിന്റെ തർത്തീബ് പൂന്ത്ര പള്ളിയുടെ ചീഫ് ഇമാം അബ്ദുള്ള മൗലവിയാണ് നിക്കാഹ് നടത്തുന്നത്. ഇതിന്റെ കുത്തുപോകുന്നത് കരമൻഷി ജമാഅത്തിന്റെ ചീഫ് ഇമാം നമ്മുടെ നിഷാദ് അർഷാദി അവர்களാണ്. ദുആ അഷ്റഫ് നദവി അവர்களാണ് ദുആ ചെയ്യുന്നത്. അത് അറിയിക്കുകയാണ്. രണ്ടാമത് നമുക്ക് സംസാരിക്കാൻ, നമ്മളോട് സന്ദേശം നൽകാനും ഇവിടെ പണ്ഡിതന്മാർ, ബഹുമാന്യനായ നമ്മുടെ മുൻ ഇമാം അമീനുദ്ദീൻ മൗലവി അവർ, ഇബ്രാഹിം മൗലവി, അഹമ്മദ് ദോഖലി അവർ, അതുപോലെ നമ്മുടെ അയൽപക്ക ജമാഅത്തുകളുടെ പ്രസിഡന്റുമാർ, അതുപോലെ മറ്റൊരുപാട് പണ്ഡിതന്മാർ, അഫ്സൽ ഖാസ്മി അവർ, നൗഫൽ മൗലവി, അബ്ദുള്ള മൗലവി, ഒരുപാട് മൗലവിമാർ, ആലിമീങ്ങളുടെ സദസ്സാണ്. ഇവർക്കെല്ലാം സംസാരിക്കാനും നമുക്ക് സന്ദേശം നൽകാനുമുണ്ട്. ഇൻഷാ അല്ലാഹ് സമയ കുറവുകൊണ്ട് എല്ലാവരെയും സ്വീകരിച്ചതായി നമ്മൾ ഈ പറഞ്ഞ തർത്തീബോടുകൂടി ഇൻഷാ അല്ലാഹ് ഇത് അവസാനിക്കുകയാണ് എന്നറിയിച്ചുകൊണ്ട് എല്ലാവരും
الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. أشهد أن لا إله إلا الله وحده لا شريك له ذاتا ولا صفاتا، وأشهد أن سيدنا ومولانا محمدا عبده ورسوله الذي بعث إلى كافة الناس إماما. صلى الله وسلم على سيدنا محمد وعلى آله وأصحابه تحية وسلاما. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. ألا وإن الله سبحانه وتعالى أمرنا بالنكاح ونهانا عن السفاح، فقال مخبرا وآمرا: بسم الله الرحمن الرحيم: وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. وقال نبينا محمد صلى الله عليه وسلم: من تزوج بامرأة فقد أحرز ثلثي دينه فليتق الله في الثلث الباقي. أقول قولي هذا، أستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين، فاستغفروه إنه هو الغفور الرحيم. സാക്ഷി ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഉസബിലുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. സവ്വജതുക ബിൻതി ഫാത്തിമ ബത്തൂൽ ബിമഹരിൻ മബ്ലغه 16 جراما من الذهب. قبلت نكاحها وتزويجها بهذا المهر المبلغ المذكور ورضيت به. എൻ്റെ മകൾ ഫാത്തിമ ബത്തൂലിന് 16 ഗ്രാം സ്വർണ്ണാഭരണം മഹറിന് താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് ഇണയാക്കി തന്നിരിക്കുന്നു. ഞാൻ സ്വീകരിച്ചു. അങ്ങയുടെ മകൾ ഫാത്തിമ ബത്തൂലിന് 16 ഗ്രാം സ്വർണ്ണാഭരണം മഹറിന് താങ്കൾ എനിക്ക് നിക്കാഹ് ചെയ്ത് ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു. ഞാൻ തൃപ്തിപ്പെട്ടു. രണ്ടുപേരും വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب من شر النفاثات في العقد من شر حاسد إذا حسد
بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم آته الوسيلة والفضيلة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اجعلنا للمتقين اماما. اللهم اجعلنا للمتقين اماما. توفنا مسلمين والحقنا بالصالحين. توفنا مسلمين والحقنا بالصالحين. توفنا مسلمين والحقنا بالصالحين. أيها الزوجان بارك الله لكما وبارك عليكما وجمع بينكما في خير ولطف وعافية. اللهم أنبت وأولد من بينهما أولادا صحاحا ذكورا وإناثا الذين يقومون بأداء دينك الحق ويدعون إلى دينك الحق ويجاهدون في سبيلك ولا يخافون لومة لائم. اللهم انصرنا وانصرهم يا خير الناصرين. അള്ളാഹു റഹ്മാനായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരുടെയും പാപങ്ങൾ പുറത്തു മാപ്പാക്കി ഞങ്ങളെ നീ പരിശുദ്ധരാക്കണേ റഹ്മാനെ. പഠിച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ വിജയിപ്പിക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ നന്മ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പഠിച്ചവനെ ഇവിടെ കഴിഞ്ഞിരിക്കുന്ന ഈ നിക്കാഹ് നിന്റെ അടുക്കൽ മഖബൂലും മർളിയുമാക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ട അൽ മീസാഖുൽ ഖലീലാക്കി കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇവരുടെ ജീവിതത്തിൽ ഉടനീളം അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഒരല്ലലും അലട്ടലുമില്ല, സന്തോഷത്തോടെ ഈമാനോടെ തഖ്വയോടെ ഇഖ്ലാസോടെ എല്ലാവിധ ഉസ്ബത്തോടെ മാതൃകയോടെ ജീവിക്കാനുള്ള തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ മനസ്സുകൾക്ക് പരസ്പരം പൊരുത്തവും പരസ്പരം സംതൃപ്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അവർക്ക് നീ അല്ലാഹുവേ അവരിലൂടെ ജന്മമെടുക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള തലമുറകൾ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളും സ്വാലിഹീങ്ങളും ആക്കണേ റബ്ബേ. നിന്റെ ദീനിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാക്കണേ അല്ലാഹ്. നിന്റെ ദീനിനു വേണ്ടി നിലയുറപ്പിക്കുന്നവരാക്കണേ അല്ലാഹ്. നിന്റെ മാർഗത്തിൽ ജീവിച്ചു മരിക്കുന്നവരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അങ്ങനെ ആക്കണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാം നീ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകണേ റഹ്മാനെ. കണ്ണുകളെ കുളിർപ്പിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ റബ്ബേ. പടച്ചവനെ, നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഇണകളെ നീ പരസ്പര ഐക്യമുള്ളവരാക്കണേ അല്ലാഹ്, മാതൃകയുള്ളവരാക്കണേ അല്ലാഹ്, ദീനിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരാക്കണേ അല്ലാഹ്. ഇവിടെ കൂടിയ സകല സഹോദരി സഹോദരന്മാരെയും നീ കബൂലാക്കണേ റഹ്മാനെ.
റഹ്മാനെ. എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സകല കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് യാത്രയായി വന്നിട്ടുള്ള എല്ലാവരുടെയും ഖബറുകളെ നീ നോക്കത്ത ദൂരത്തോളം വിശാലമാക്കി സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഈ സന്തോഷത്തിൽ കൂടെ ഇല്ലാത്തവർക്ക് നീ സ്വർഗീയമായ സന്തോഷങ്ങൾ നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ പള്ളിയിൽ തന്നെ ഇമാമായിരുന്ന മുന്നമാമിങ്ങൾ പലരും ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് അവശരാണ് റഹ്മാനെ. തടവിൽ കഴിയുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി പ്രവർത്തിച്ച് തടങ്ങളിൽ കഴിയുന്ന സഹോദരങ്ങളെ നീ മോചിപ്പിക്കണേ റബ്ബേ. ലോകമെമ്പാടും നിന്റെ ദീനിന്റെ മാർഗത്തിൽ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിലയുറപ്പിച്ചതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ, അവർക്ക് എത്രയും പെട്ടെന്ന് മോചനം കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ അത്താണിയാവണേ റഹ്മാനെ. അവരുടെ രോഗങ്ങൾ പരിപൂർണമായി നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളും ദാരിദ്ര്യങ്ങളും മാറ്റിത്തന്ന റഹ്മാനെ. ഞങ്ങളുടെ സകല കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ഖൈറാത്തുകൾ നിന്നോട് ചോദിച്ചോ അതെല്ലാം ഞങ്ങളും ചോദിക്കുന്നു റബ്ബേ. ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം തിന്മയിൽ നിന്ന് നിന്നോട് കാവൽ ചോദിച്ചു അതിൽ നിന്ന് ഞങ്ങളെല്ലാവരും കാവൽ ചോദിക്കുന്നു റബ്ബേ. നീ കാത്തുകൊള്ളണേ റഹ്മാനെ. ഞങ്ങളുടെ സകല കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റബ്ബേ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈക്കൽ മസീർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ അധ്യാപകൻ ഖലീൽ മൗലവി അയച്ചോ, എനിക്കൊന്ന് അയച്ചാറിനെന്ന് യൂട്യൂബിൽ എനിക്കൊന്ന് അയച്ചോ വാട്സാപ്പിൽ. തന്നെ കിട്ടിയേ തന്നെ അവിടെ നിന്നോ ആദ്യം